കളർ ചെയ്യാനും ഹെയർ ട്രീറ്റ്മെൻറ്റുകൾക്കും മറ്റ് ബ്യൂട്ടി കൺസൾട്ടേഷൻസിനും ഒക്കെയായി പാർലറുകളിലും സലൂണുകളിലുമൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകം ഇനി പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ബഹ്റിനിൽ ഈ അടുത്തിടെ നടന്നൊരു സംഭവമാണ്. ഒരു യുവതി 20-22 വയസ്സേ കാണുള്ളൂ. തലമുടി കളർ ചെയ്യാനായി ബഹ്റിനിലൊരു സലൂണിലേക്ക് പോയതാണ്. അവിടെ ചെന്ന് അവർ ഹെയർ കളർ ചെയ്തു. ഇതൊക്കെ വളരെ സക്സസ്ഫുള്ളായി ചെയ്തു കഴിഞ്ഞ ശേഷം ആ പാർലർ നടത്തുന്ന അതിൻ്റെ ആ ജീവനക്കാരി പറഞ്ഞു, കൃത്യം ഒരാഴ്ച കഴിയുന്ന സമയത്ത് വരണം, ഇതിനോടനുബന്ധിച്ചുള്ളൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൂടി നൽകാൻ വേണ്ടിയാണെന്ന്. അതുകൂടി ചേർന്നാലേ ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ തന്നെ ഈ വന്ന കസ്റ്റമർ ചോദിച്ചിരുന്നു, ഇതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന്. അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല, ഒരു പ്രശ്നവുമില്ലാത്ത ട്രീറ്റ്മെൻ്റ് ആണെന്ന് ആ ഉടമ പറയുകയും ചെയ്തു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഇവർ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായി വന്ന സമയത്ത് ഇതിനെടുത്ത സമയമാണ് അവിടെ വില്ലനായത്. ഏകദേശം 11 മണിക്കൂറോളം ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൻ്റെ കെമിക്കൽസൊക്കെ ഇവരുടെ തലയിൽ പുരട്ടിയ ശേഷം അവരെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. പിന്നീടുണ്ടായ സംഭവം പറയണ്ടല്ലോ. ഇവർക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തലയോട്ടിയുടെ ഭാഗത്തും കണ്ണിലുമൊക്കെ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കെമിക്കൽസൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഈ ബേണിംഗ് സെൻസേഷൻ ഉണ്ടായത്. വെറുതെ അല്ല, മുഖത്തും തലയോട്ടിയുടെ ഭാഗത്തുമൊക്കെ പൊള്ളലേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാവുകയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ സംഭവം അവർ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആ സ്ത്രീ കോമ്പൻസേഷൻ നൽകാമെന്ന് കസ്റ്റമറിന് വാക്ക് കൊടുക്കുകയും എന്നാൽ പിന്നീട് ഇത് പാലിക്കാതെ വരികയും ചെയ്ത സമയത്ത് ഈ ഉപഭോക്താവ് പിന്നീട് കോടതിയെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ ഇത് 4th സിവിൽ കോർട്ടിൽ എത്തുകയും കോടതി ആ കസ്റ്റമർക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭവത്തെ തുടർന്ന്, അതായത് ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ ഇങ്ങനെ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അധിക സമയം അത് വെച്ചതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായതെന്ന് മനസ്സിലാക്കിയ ശേഷം അവർക്കുണ്ടായ മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് ഈ പാർലറിൻ്റെ ഉടമയോട് ആ ഉപഭോക്താവിന് 300 ദിനാർ കോമ്പൻസേഷനായി കൊടുക്കാൻ കോടതി വിധിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതിനെ നിയമപരമായി നേരിടുന്നതിൽ യാതൊരു തെറ്റുമില്ല. നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ കോടതി തീർച്ചയായും അനുകൂലമായ ഇത്തരം വിധി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഇനി ഹെയർ കളർ ചെയ്യുന്നതാവട്ടെ എന്ത് തരത്തിലുള്ള ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സിനും നമ്മളൊരു സ്ഥാപനത്തെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പോവുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ബഹ്റിൻ ഭരണാധികാരി ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക UAE സന്ദർശനം കഴിഞ്ഞ് ബഹ്റിനിൽ തിരിച്ചെത്തി. UAEയിൽ വെച്ച് UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബഹ്റിനും UAEയും തമ്മിൽ ചരിത്രകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു. ഈ ഒരു സൗഹൃദം, ദൃഢമായ ഈ ഒരു ബന്ധം തുടർന്നു പോകുന്നതിനും കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഇരു ഭരണാധികാരികളും നടത്തി. ഗൾഫ് മേഖലയിലെ തന്നെ ഏറ്റവും പുരാതനമാണെന്ന് കരുതപ്പെടുന്ന മോഡേൺ ടൗൺഷിപ്പാണ് ഈസ ടൗണിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെയുള്ള പല വീടുകളുടെയും സ്ഥിതിഗതി മോശമാണ്. ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് പല വീടുകളും എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഒരു MP കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ. കൃത്യമായി പറഞ്ഞാൽ 1966നും 70കൾക്കും ഇടയിൽ പണി കഴിപ്പിച്ചതാണ് ഇതിൽ മിക്ക വീടുകളും. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായൊരു മെയിൻ്റനൻസ് അല്ലെങ്കിൽ അവയെ പ്രിസർവ് ചെയ്യാൻ വേണ്ട പദ്ധതികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് അവിടെ ഉന്നയിച്ചത്. അപ്പോൾ സദേൺ മുനിസിപ്പൽ കൗൺസിലും ഒക്കെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. 2020 ഈ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ട പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചതായിരുന്നു. പിന്നീടാണ് മഹാമാരിയൊക്കെ വന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വീണ്ടും ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ചില ആശയങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.